ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആൻഡ് ഒരുപാട് സ്ഥലത്ത് പോയിട്ടുള്ള എല്ലാ മെമ്മറീസ് എൻ്റെ മൈൻഡിലാണ്. സോ ദിസ് ടൈം ഐ തോട്ട് ഐ ഷുഡ് മേക്ക് എ വീഡിയോ. ലൈക്ക് ഇതൊരിക്കലും മൈൻഡിൽ മാത്രമല്ല, അതൊരു വീഡിയോ ആയിട്ടൊരു മൂവി പോലെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. സോ ലെറ്റ്സ് ഗോ. ഇപ്പോൾ നമ്മൾ എത്തിക്കുന്നത് സ്ട്രോക്കൂർ ഗെയ്സർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഇവിടെ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഒരു പ്രതിഭാസം ഇവിടെ നടക്കുന്നുണ്ട്. ഇത് ഹൈലി ജിയോ തെർമൽ ഏരിയാസിൽ മാത്രം നടക്കുന്നൊരു സംഭവമാണ്. ഐസ്ലാൻഡ് ഇസ് എ ലാൻഡ് ഓഫ് ഫയർ ആൻഡ് ഐസ് എന്നാണ് പറയുന്നത്. സോ അവിടെ തിളച്ച വെള്ളം ആൻഡ് കരയിൽ ഫുൾ ഓഫ് ഐസ്. സോ ബ്യൂട്ടിഫുൾ. വെള്ളം തിളയ്ക്കുന്നുണ്ടോ? അതിൻ്റെ മിഡിൽ ബബിൾസ് വരുന്നുണ്ട്. സി, അടിപൊളി. ഈ ആൾക്കാരെ കണ്ടോ? ഇവര് നമ്മളെ പോലെ ഒരു ഭയങ്കര അത്ഭുതം കാണാൻ വന്നേക്കാണ്. എന്നിട്ടിപ്പോൾ കാണിച്ചു തരാം. ശരിക്കും ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭൂമിക്ക് അടിയിലുള്ള വെള്ളം ഹീറ്റായിട്ട് അവിടുത്തെ പ്രഷർ താങ്ങാനാവാതെ മുകളിലേക്ക് ഒരു ഫൗണ്ടൻ പോലെ വരുന്ന ആ സംഭവമാണ് സ്ട്രോക്കൂർ ഗെയ്സർ. ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് ഗുൾഫോസ് വാട്ടർഫോൾ. ഇത് ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ബിക്കോസ് അത് വാട്ടർഫോൾ വീണിട്ട് അത് അതേപടി ഫ്രോസൺ ആയിരിക്കുകയാണ്. ആൻഡ് കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ വാട്ടർ വരുന്നത്. ആൻഡ് അവിടുന്ന് അത്രയും ദൂരത്തുനിന്ന് തന്നെ വെള്ളം ഇവിടം വരെ എത്തുന്നുണ്ട്. ആൻഡ് ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ ലൈക്ക് അറൗണ്ട് -10 ആണ്. ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എവിടെയൊക്കെ പോയാൽ അവിടെയൊക്കെ ഈ സാധനമുണ്ട്. ആൻഡ് ദേ ഹാവ് ഭയങ്കര വെറൈറ്റി ഓപ്ഷൻസും ഉണ്ട്. ഐസ്ലാൻഡ് ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഡേഞ്ചറസും ആണ്. ബിക്കോസ് എസ്പെഷ്യലി വിൻ്ററിൽ നമുക്ക് ഇവിടെ ഭയങ്കര ടെമ്പറേച്ചർ ഡൗൺ ആവുന്നതുകൊണ്ട് ഡ്രൈവിങ്ങും ബുദ്ധിമുട്ടാകും. പിന്നെ നമ്മുടെ പാത്ത് വേസിൽ നടന്നു പോകുമ്പോൾ ബൂട്ട്സ് നല്ല സ്യൂട്ടബിൾ ബൂട്ട്സ് ഇല്ലെങ്കിൽ പ്രശ്നമാകും. ചില സ്ഥലത്ത് ബൂട്ട്സിൽ നമ്മൾ ക്രാമ്പൺസ് ഇടും ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ആ സാധനം ഇല്ലാണ്ട് പോകാൻ പറ്റാത്ത ഏരിയാസ് ഉണ്ട് ഒരുപാട്. പിന്നെ ലേക്സ് ഒക്കെ ഫ്രോസൺ ആയിരിക്കും. അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. പിന്നെ ഡേ ടൈം ഭയങ്കര കുറവാണ് ഇവിടെ. ഇപ്പം ഒരു 10 മണിയായിട്ടാണ് പ്രോപ്പർ ഒരു വെട്ടമൊക്കെ വന്നത്. ഇപ്പം പെട്ടെന്ന് തന്നെ സൺസെറ്റ് ആകുവാണ് ഇവിടെ. പിന്നെ സമ്മറിൽ നേരെ ഓപ്പോസിറ്റാണ്. ഈ കണ്ട സ്ഥലങ്ങളെല്ലാം എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ആയിരിക്കും കാണുന്നത്. പിന്നെ ഡേ ടൈം കൂടുതലായിരിക്കും. ചില സമയത്ത് ഇവർ പറയുന്നത് ജൂലൈ ആ ഒരു സമയത്ത് സൺ ഫുള്ളായിട്ട് സെറ്റ് ആവില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. സോ ഡേ ടൈം ഭയങ്കര കൂടുതലായിരിക്കും. കുറച്ച് ആൾക്കാർ അവിടെ ഒരു ലേക്ക് കണ്ടു. ആ ലേക്കിൽ ഇങ്ങനെ ഫ്രോസൺ ആണ്. അതിൽ നിന്ന് നടന്നൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. എന്തായാലും കുറച്ച് ദൂരം അങ്ങോട്ട് പോയി നോക്കാം. ഒരുപാട് അങ്ങോട്ട് പോകുന്നില്ല. കുറച്ച് ഡേഞ്ചറസ് ആണ് ആക്ച്വലി. എനിക്കവിടെ കാണാൻ പറ്റും. നമുക്ക് ചില ഏരിയാസ് അവിടെ വെള്ളം ഫുള്ളായിട്ട് ഐസ് ആയിട്ടില്ല, കുറച്ച് വെള്ളം പോലെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കറക്കും താഴെ പോവും. നമ്മൾ കുറച്ച് ദൂരം ഒരാഗ്രഹം. അത് കറക്റ്റ് നമ്മുടെ ഗ്ലാസ് അല്ലേ, കറക്റ്റ് ഗ്ലാസ് കണക്കന്നെ കുറച്ച് ദൂരം പോയി നോക്കണ്ടേ. ഞാൻ അവിടെ ആ ഗ്രിപ്പുള്ള സ്ഥലം വരെ മാത്രമേ പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടെ വരെയാണ് ആക്ച്വലി കുറച്ച് സേഫ് ആയിട്ടുള്ള സ്ഥലം. ഇവിടെ
ഇവിടെ കണ്ടോ, ഇവിടെ ആക്ച്വലി ഫുള്ളായിട്ട് ഫ്രീസ് ആയിട്ടില്ല വെള്ളം. അപ്പം അവിടെ ചവിട്ടുമ്പോൾ താന്നു പോകും. അവിടെ അങ്ങോട്ടൊക്കെ നമുക്ക് അടിയിലുള്ള വെള്ളം ഐസിൻ്റെ മുകളിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇറ്റ്സ് നോട്ട് സേഫ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഒരു കുട്ടിയുണ്ട്, കണ്ടോ, ചെറിയ കുട്ടി അവിടെ ഇരിപ്പുണ്ട്. ഇത് കടലിനോട് അടുത്തിരിക്കുന്ന ലേക്കാണ്. അതുകൊണ്ടാണ് നമ്മുടെ സൺസെറ്റ് ഇത്ര ക്ലിയർ ആയിട്ട് ഈ ലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് ആൾക്കാർ റിവറിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ പോലീസ് എത്തി എല്ലാവരെയും ഓടിച്ചു, നമ്മളെയും. അതുകൊണ്ട് നമ്മളിവിടുന്ന് പോവാണ്. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ബീച്ചാണ്. അങ്ങനെ ഞാനിപ്പോൾ ബ്ലാക്ക് ബീച്ചിൽ എത്തിയേക്കാണ്. ഇവിടുത്തെ വിൻഡി ആയതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നൊന്നും വീഡിയോയിൽ ക്ലിയർ അല്ല. ആൻഡ് ഇവിടെ യെല്ലോ അലേർട്ടൊക്കെ കാണിക്കുന്നുണ്ട്. യെല്ലോ അലേർട്ട് മീൻസ് യെല്ലോ സോണിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്പോട്ടിലാണ് ഗേരുവ സോങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ഷൂട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. ആൻഡ് ബാക്കിൽ കാണുന്ന ആ പാറ്റേൺ ഉണ്ട്, അതിൻ്റെ മുകളിലും അവർ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഈ ഏരിയ ഫുള്ള് ഒരു ഓൾമോസ്റ്റ് ഒരു 30 കിലോമീറ്റർ ഫുള്ള് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വോൾക്കാനോ ഇറക്ട് ചെയ്തുണ്ടായ ഒരു പ്രതലമാണ്. ഒട്ടും ഫ്ലാറ്റല്ല, ഇത് ഭയങ്കര ബംപിയാണ്. നമ്മുടെ നീൽ ആംസ്ട്രോങ് ഉണ്ടല്ലോ, പുള്ളി അടങ്ങുന്ന ഈ അപ്പോളോ 11 ക്രൂ, അതായത് മൂണിൽ ആദ്യം മൂൺ വാക്ക് ചെയ്ത ആ ടീം ഈ സ്പേസിൽ വന്നിട്ടാണ് അവർ പ്രാക്ടീസ് ചെയ്തത്. വോക്ക് പ്രാക്ടീസ് ചെയ്തത്. മേ ബി ഇത്രയും റഫായിരിക്കാം മൂണിലെയും സർഫസ്. അതുകൊണ്ട് ഇതേ വന്നിട്ടാണ് അവർ പ്രാക്ടീസ് ചെയ്തത് എന്ന് ഗൂഗിളിലെ ചേച്ചി പറഞ്ഞു. നമ്മുടെ ഈ ലൊക്കേഷൻ വെച്ചിട്ടാണ് ജസ്റ്റ് പേപ്പറിൽ ഒരു വീഡിയോ സോങ് ഉണ്ട്, ഐൽ ഷോ എന്ന് പറഞ്ഞിട്ട്. അത് നോക്കിയാൽ അറിയാം. അത് ഈ സെയിം ലൊക്കേഷൻ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴെ നമ്മളിപ്പോൾ മലയുടെ താഴെ ഇറങ്ങി ഇവിടെ നമ്മുടെ പാർക്കിംഗ് ഏരിയ ഇരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഒരു ലാവയുടെ മല. ഇത് ഞാൻ പോണ വഴിക്ക് കണ്ടൊരു വാട്ടർഫോളാണ്. ഇതിനകത്ത് ആക്ച്വലി മുകളിൽ നിന്ന് ഇപ്പോഴും വാട്ടർ വരുന്നുണ്ട്, പക്ഷെ താഴത്തെ ഏരിയ ഫുള്ള് ഫ്രോസൺ ആണ്. ആക്ച്വലി നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുന്നതിൻ്റെ കറക്റ്റ് നേരെ നോക്കുമ്പോൾ അവിടെ ഒരുപാട് ഗ്ലേസിയേഴ്സ് കാണുന്നുണ്ട്. അത് മഞ്ഞ മലയല്ല, അത് ഐസ് മലയാണ്. പ്രോപ്പർ ഗ്ലേസിയേഴ്സ് ഉണ്ട്. അത് ശരിക്കും ഇവിടുത്തെ ആൾക്കാർ അത് ഹൈക്കിങ് നടത്താറുണ്ട് ആ ഗ്ലേസിയറിൽ. പ്രോപ്പർ അതിനുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഗ്ലേസിയർ ഹൈക്കിംഗ് ഉണ്ട്. അതൊരു ഇവിടുത്തെ ഒരു ആക്ടിവിറ്റിയാണ്. ഐസ്ലാൻഡിലേക്ക് ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു റെൻ്റ് എ കാർ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ഇതുപോലെ ഒരുപാട് സ്പോട്ട്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇവിടുത്തെ ബെസ്റ്റ് സ്പോട്ട്സ് കാണാൻ പറ്റും. പക്ഷേ ഇതുപോലുള്ള നമുക്ക് ആർക്കും അറിയാണ്ട് ഉള്ള ഒരുപാട് സ്പോട്ട്സ് ഉണ്ട് പോകുന്ന വഴിയിലൊക്കെ. അതൊക്കെ മിസ്സാവും. അത് നമ്മൾ റെൻ്റ് എ കാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം കവർ ചെയ്ത് പോകാൻ പറ്റും. ആ കാണുന്നതാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ ഗ്ലേഷ്യർ. അത് കുറച്ച് അടുത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. കാണാൻ പറ്റും, നോക്കാം. ഗ്ലേഷ്യർ ആദ്യമായിട്ട് കണ്ട സന്തോഷത്തിൽ അവിടെ കിടക്കുന്നൊരു ഗ്ലേഷ്യറിൻ്റെ പീസ് എടുത്ത് പൊക്കാൻ നോക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ കുറച്ചുകൂടെ അടുത്തേക്ക് എത്താൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ കാറ്റ് കാരണം പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തിരിച്ചവിടെ നിന്ന് പോരുമ്പോൾ ഗ്ലേസിൻ്റെ ചെറിയൊരു പീസുമായിട്ടാണ് ഞാൻ അവിടെ നിന്ന് മടങ്ങിയത്. പക്ഷേ ലാസ്റ്റ് അത് അലിയാത്തത് കാരണം അതിനെ വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ഗ്ലേസിയർ കണ്ട് നമ്മൾ നേരെ വന്നിരിക്കുന്നത് ഡയമണ്ട് ബീച്ചിലേക്കാണ്. ഇതും അത് തന്നെയാണ്, ഗ്ലേസിയർ തന്നെയാണ്. ചെറിയ പീസസായിട്ട് വെള്ളത്തിലിങ്ങനെ ഫ്ലോട്ടായിട്ട് ഇങ്ങനെ വന്ന് കരയിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്യുവർ വൈറ്റ്, നല്ല ഡയമണ്ട് മാതിരി ഇരിക്കും. ആൻഡ് ഇവിടുത്തെ സാൻഡ് നല്ല ബ്ലാക്കാണ്, അതുമായിട്ട് നല്ല മാച്ചായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളാണ് ഇത്. നമ്മുടെ ഗേരുവ സോങ്ങിലുള്ള വൺ ഓഫ് ദ ലൊക്കേഷൻസ് ആണ്. നമുക്ക് ഒരുപാട് സ്ഥലം കാണിക്കുന്നില്ല, അതിലൊന്നാണിത്. നമ്മുടെ ഷാറുഖ് ഖാനും കാജലും കൂടി ഇങ്ങനെ ഒരു
വെള്ളമുള്ള സ്ഥലത്ത് ഒരു റിവറിൻ്റെ മണ്ടയിൽ കൂടെ ഓടി വരുന്ന പോലെ നമുക്ക് തോന്നുമല്ലോ, പക്ഷേ താന്നു പോകത്തില്ല. ഒരുപാട് വെള്ളമുള്ള പോലെ തോന്നുകയും ചെയ്യും. ആ സ്ഥലമാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ പക്ഷേ വെള്ളമില്ല. ഇവിടെ കുറച്ചൊരു ചെറിയ ലെവലിൽ വെള്ളം ഉണ്ടാവേണ്ടതാണ്. ഞാൻ ആ വെള്ളമുള്ള ഏരിയയിൽ വന്നു. അപ്പോൾ ഇവിടെ ഇത് ഐസായിപ്പോയി, അതുകൊണ്ട് റിഫ്ലക്ഷൻ അടിക്കത്തില്ല. അങ്ങനെ കുറേ സമയത്ത് ഒരു 1 hour ആയിട്ട് ഞാൻ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ വേണ്ടി മാത്രം ഈ കൊടും തണുപ്പത്ത് നിൽക്കാനാണ്. ഫൈനലി അവിടെ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടവർക്കറിയാം ഈ സെയിം ലൊക്കേഷൻ അതിനകത്ത് കാണിക്കുന്നുണ്ട്. വൺ ഓഫ് ദ ഫേമസ് സീൻസ് ആണ് അതിൽ. ആൻഡ് ഈ അതിൻ്റെ ചുറ്റും കാണുന്ന പോർഷൻസൊക്കെ സമ്മർ ടൈം ആണെങ്കിൽ ഫുള്ള് ഗ്രീൻ ആയിരിക്കും. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് എല്ലാം ഒരു കളർ ചേഞ്ച് ആയിരിക്കുകയാണ്. സമ്മറിൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഫേമസ് ആയിട്ടുള്ള ഒരു സ്പാ ഉണ്ട്, ബ്ലൂ ലഗൂൺ സ്പാ എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് റീൽസ് നമുക്ക് ഇൻസ്റ്റയിൽ കാണാൻ പറ്റും. അവിടെ ഞാൻ ആക്ച്വലി പോകാൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ അവിടെ ഇപ്പം പെട്ടെന്ന് അവരത് ക്ലോസ് ചെയ്തു. കാരണം ഇവിടെ 2 വോൾക്കാനോ പൊട്ടി. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും, അവിടെ പുക വരുന്നുണ്ട്, തീയും പുകയൊക്കെ വരുന്നുണ്ട്. സോ അത് അവരുടെ ആ ബ്ലൂ ലഗൂണിൻ്റെ പാർക്കിംഗ് ലോട്ടിലൊക്കെ ആ ലാവ എത്തി. അതുകൊണ്ട് അവർക്കത് ടെമ്പറലി അത് ക്ലോസ് ചെയ്യേണ്ടി വന്നു. അവിടെ നിന്ന് എല്ലാ ആൾക്കാരും ഇവാക്യുവേറ്റ് ഒക്കെ ചെയ്തു. സോ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ലാഭം ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്തേക്കാണ് ബ്ലൂ ലഗൂൺ സ്പായിലേക്ക് പോകുന്ന റോഡ്. പക്ഷെ അത് ഫുള്ള് ക്ലോസ് ചെയ്തേക്കാണ്. ആ റോഡിലും അവിടെയൊക്കെ ഫുള്ള് ലാവയായിട്ടുണ്ട്. സോ അതവർക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നു. ആൻഡ് ഈ കാണുന്ന ആൾക്കാർ മൊത്തം ഇത് കാണാൻ നമ്മളെ പോലെ തന്നെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഐസ്ലാൻഡിന് ടാറ്റ ബൈ ബൈ പറഞ്ഞ പോവുകയാണ്. അണ്ടിൽ നെക്സ്റ്റ് ടൈം. ഇതിന് ഒരുപാട് മെമ്മറീസ് ആയിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും പോയില്ലെങ്കിലും കുറേ നല്ല പ്ലേസൊക്കെ കവർ ചെയ്തു. ആൻഡ് ഇവിടുത്തെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ 2 സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ്. ഒന്ന് നമ്മുടെ ഡയമണ്ട് ബീച്ചല്ല, നമ്മുടെ ബ്ലാക്ക് ബീച്ചിൽ നിന്ന് എടുത്ത ഒരു സ്റ്റോണും ലാവർ ഫീൽഡിൽ നിന്ന് എടുത്ത ഒരു ചെറിയ ലാവയുടെ കഷ്ണവും ഞാൻ അടിച്ചു മാറ്റി വീട്ടിൽ പോവാൻ. Ta-da!